നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ ടെക്നിക്കൽ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് PLC. അപ്പോൾ മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് PLC എന്ന് പറയുന്ന ടോപ്പിക്കിൽ PLCയുടെ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PLC. ഓക്കെ, ഇതാണ് നമ്മുടെ PLCയുടെ ബ്ലോക്ക് ഡയഗ്രാം. PLCയുടെ ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്തൊക്കെയുണ്ട്? മെയിൻ പാർട്ട് CPU, അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് മൊഡ്യൂള്, ഔട്ട്പുട്ട് മൊഡ്യൂള്, മെമ്മറി, പ്രോഗ്രാമിംഗ് ഡിവൈസ്, പവർ സപ്ലൈ. അപ്പോൾ CPU ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് നമ്മുടെ PLCയുടെ ഹൃദയം അല്ലെങ്കിൽ PLCയുടെ ബ്രെയിൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പാർട്ട്. ഇതിൽ ഒരു മൈക്രോ പ്രോസസ്സർ കാണും, അത് കഴിഞ്ഞിട്ട് ഒരു മെമ്മറി യൂണിറ്റും കാണും. മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും? ഇൻപുട്ടിനെ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കൊടുക്കും. എങ്ങനെ കൊടുക്കും? അതിലുള്ളിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക വഴി നമുക്ക് എന്ത് ചെയ്യും? ഡെസിഷൻ മേക്കിംഗ് നടക്കും. അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഈ പറഞ്ഞ പ്രൊസസ്സറിൻ്റെ ജോലി. സെക്കൻഡറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി പാർട്ട് എന്ന് പറയുന്നത് മെമ്മറിയാണ്. ഇതിനകത്ത് മെമ്മറി ഉണ്ടാകും, CPU-നുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ളിൽ മെമ്മറി ഉണ്ടാകും. മെമ്മറി രണ്ടായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡേറ്റ മെമ്മറിയും അതുപോലെ തന്നെ ഡേറ്റ മെമ്മറിയുമുണ്ട്, അതുപോലെ തന്നെ പ്രോഗ്രാം മെമ്മറിയുമുണ്ട്. പ്രോഗ്രാം മെമ്മറി എന്തിനാണ്? പ്രോഗ്രാമിംഗ് ഡിവൈസ് വഴി എന്ത് ചെയ്യുക? പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാം സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം മെമ്മറിയുടെ ജോലി. ഇനി ഡേറ്റ മെമ്മറിയുടെ ജോലിയോ? ഡേറ്റാസ് സൂക്ഷിച്ച് വയ്ക്കുക. എന്തൊക്കെ ഡേറ്റാസാണ് ഉള്ളത്? ഇൻപുട്ട് ഡേറ്റാസും ഔട്ട്പുട്ട് ഡേറ്റാസും. അതായത് ഇൻപുട്ട് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഡേറ്റാസും ഔട്ട്പുട്ട് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഡേറ്റാസും സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഡേറ്റ മെമ്മറിയുടെ ജോലി. ഇനി അടുത്തത് ഇൻപുട്ട് മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. ഇൻപുട്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CPU-യിലോട്ട് എന്ത് ചെയ്യുക? പുറത്തു നിന്നുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് എന്താണോ അറിയേണ്ടത് അത് CPU-യിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇൻപുട്ട് മൊഡ്യൂളിൻ്റെ ജോലി. ഇൻപുട്ട് മൊഡ്യൂൾ എന്താകാം? മേ ബി എ പുഷ് ബട്ടൺ സ്വിച്ച്, ഒരു സ്വിച്ച് ആകാം, പുഷ് ബട്ടൺ സ്വിച്ച് ആയിരിക്കാം. അപ്പോൾ ആ സ്വിച്ചിൻ്റെ സ്റ്റാറ്റസ് ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ലെവൽ സ്വിച്ച് ആയിരിക്കാം, ഒരു ലിക്വിഡ് ലെവൽ സ്വിച്ച് അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ അളവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ നമ്മൾ PLC റെഡി ആക്കാൻ പോകുന്നത് അല്ലെങ്കിൽ PLC ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ലിക്വിഡ് ലെവൽ സ്വിച്ച് നമുക്ക് വേണം. അപ്പോൾ ആ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ആര് സെൻസ് ചെയ്യുക? ഇൻപുട്ട് മൊഡ്യൂൾ സെൻസ് ചെയ്ത് അത് ആർക്ക് കൊടുക്കും? CPU-ന് ഇൻപുട്ടായിട്ട് കൊടുക്കും, ഡേറ്റ മെമ്മറിയിലോട്ട്. ദെൻ അല്ലെന്നുണ്ടെങ്കിൽ ലിമിറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്ടർ ഫ്ലോ ആണെങ്കിൽ ഇത്ര മുതൽ ഇത്ര വരെ നമുക്കവിടെ സ്റ്റോറേജ് വേണം, ആ ഒരു ലെവൽ കാണും. അപ്പോൾ അതൊരു ലിമിറ്റ് സ്വിച്ചാണ്. കുറയാനും പാടില്ല കൂടാനും പാടില്ല എന്നുള്ള സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷന് വരെയാണ് ലിമിറ്റ് സ്വിച്ച് കാണും. അപ്പോൾ ആ ലിമിറ്റ് സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ഏതിലോട്ട് കൊടുക്കും? ഇൻപുട്ട് മൊഡ്യൂളിലോട്ട് കൊടുക്കും. ഇൻപുട്ട് മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു? അത് CPU-ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് മനസ്സിലാകുന്ന രീതിയിലോട്ട് മാറ്റി ഡേറ്റ മെമ്മറിയിലോട്ട് സേവ് ചെയ്യുന്നതിന് സഹായിക്കും. ഇനി പ്രഷർ സ്വിച്ച്, ഇതും വൺ ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ PLC-യെ സംബന്ധിച്ചുള്ള ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് പ്രഷർ സ്വിച്ച്. ഇത് നമുക്ക് പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇൻപുട്ട് മൊഡ്യൂളിലോട്ട് കൊടുക്കും, അത് CPU-ന് ലഭിക്കും. ഇനി ഇതുപോലെ അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് എന്താണ്? സെൻസേഴ്സ് ആയിരിക്കാം, ഇതുപോലുള്ള സ്വിച്ചസ് ആയിരിക്കാം. അങ്ങനെ എന്താണോ പ്രോസസ്സറിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ പ്രോസസ്സറിന് മനസ്സിലാക്കേണ്ടത് അതാണ് ഇൻപുട്ട് മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഔട്ട്പുട്ട് മൊഡ്യൂളിൻ്റെ ഫംഗ്ഷൻ ഏകദേശം മനസ്സിലാകും. അതായത് നമ്മുടെ CPU ഒരു ജോബ് ഏറ്റെടുത്തു അല്ലെങ്കിൽ ഈ ഇൻപുട്ട് മൊഡ്യൂളിൽ അനലൈസ് ചെയ്തുകൊണ്ട് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് നടത്തി അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കും. ഈ ഔട്ട്പുട്ട് ആദ്യം എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം അത് ഓരോ പിന്ന് വഴി അല്ലെങ്കിൽ ഓരോ പാർട്ട് വഴി എക്സിക്യൂഷനിലേക്ക് കടക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കാം? ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മോട്ടർ ആയിരിക്കാം. അപ്പോൾ മോട്ടർ റൺ ചെയ്യിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടായിട്ട് വർക്ക് ചെയ്യുക ഒരു മോട്ടറായിരിക്കും. അല്ലെങ്കിൽ സ്വിച്ചോ അല്ലെങ്കിൽ സോളിനോയിഡോ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു സോളിനോയിഡ് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഏത്? ഔട്ട്പുട്ട് മൊഡ്യൂളായിട്ടൊരു സോളിനോയിഡിനെ എനർജൈസ് ചെയ്യുന്നു, അതായത് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിൽ അട്രാക്ഷനോ റിപ്പൾഷനോ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ
ഒരു ഡിസിഷൻ അവിടെ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യിക്കുന്നു. ഇനി ഔട്ട്പുട്ട് ചിലപ്പോൾ ഒരു സ്പീക്കർ ആയിരിക്കും, ഒരു അലാറത്തിൻ്റെ രൂപത്തിലുള്ളൊരു സ്പീക്കർ ആയിരിക്കാം. ഒരു പക്ഷേ പ്രഷർ സെൻസ് ചെയ്തിട്ടോ ലിക്വിഡ് ലെവൽ സെൻസ് ചെയ്തിട്ടോ ഉള്ള അലാറം മോഡലുള്ളൊരു സ്പീക്കർ ആയിരിക്കാം ഒരു പക്ഷേ ഔട്ട്പുട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലൈറ്റ് ആയിരിക്കും, ഒരു വാർണിംഗ് ലൈറ്റ് ആയിരിക്കാം, റെഡ്, യെല്ലോ, ഗ്രീൻ അതുപോലുള്ള സിഗ്നൽസ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടുക. ഇപ്പോൾ ട്രാഫിക് ലൈറ്റ് കൺട്രോളിലൊക്കെ നമുക്കറിയാം ലൈറ്റ്സ് ആയിരിക്കും ഔട്ട്പുട്ട് മൊഡ്യൂളായിട്ട് വരിക. അപ്പോൾ അവിടെ PLCയുടെ ജോലി ലൈറ്റ് തെളിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത് PLCയിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന ഡേറ്റാ മെമ്മറിയിൽ, ഔട്ട്പുട്ട് ഡേറ്റാ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് മൊഡ്യൂളിൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് റിലേസ് കണക്ട് ചെയ്യാം. അതുപോലെ എൻ്റെ ജോലി അനുസരിച്ച് എന്താണോ അതാണ് ഔട്ട്പുട്ട് മൊഡ്യൂളിൽ ഉണ്ടാകുക. ഇനി അടുത്തത് മെമ്മറി. നമ്മൾ പറഞ്ഞു 2 തരം മെമ്മറിയാണ് നമ്മുടെ PLCക്ക് ഉള്ളത്, പ്രോഗ്രാം മെമ്മറിയും അതുപോലെ തന്നെ എന്താണ് ഡേറ്റാ മെമ്മറിയും. പ്രോഗ്രാം മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം മെമ്മറിയിൽ നമ്മൾ PLCക്ക് വേണ്ടുന്ന പ്രോഗ്രാം സേവ് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഡേറ്റാ മെമ്മറി എന്ത് ചെയ്യും? ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിൽ നിന്നുമുള്ള ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുക? ഡേറ്റാ മെമ്മറി ചെയ്യുക. ഇനി അടുത്തത് പ്രോഗ്രാമിംഗ് ഡിവൈസ്. പ്രോഗ്രാമിംഗ് ഡിവൈസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു സാധനമാണ് എന്ത്? ഡിസ്പ്ലേ. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു പാനലും കൂടെ നമുക്കതിൽ പ്രോഗ്രാമിംഗ് ഡിവൈസിൻ്റെ കൂടെ തന്നെ നമുക്കതിനെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ പ്രോഗ്രാമിംഗ് ഡിവൈസ് എന്താ ചെയ്യുക? യൂസർ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സ്, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഹായത്തോട് ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? നമ്മുടെ CPU പ്രോസസ്സറിലോട്ട് ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബേൺ ചെയ്യിക്കുക എന്നുള്ള ജോലിയാണ് പ്രോഗ്രാമിംഗ് ഡിവൈസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിംഗ് ഡിവൈസ് ചിലപ്പോൾ ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആയിരിക്കാം, അതായത് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന പ്രോഗ്രാമിംഗ് ഡിവൈസ് ആയിരിക്കാം. ഇതിന് കൂട്ടത്തിൽ എന്തും കാണും? ഒരു മോണിറ്ററും കാണും, മോണിറ്ററും ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇൻബിൽട്ടായിട്ട് PLC തന്നെ പ്രോഗ്രാമിംഗ് ഡിവൈസ് എന്നുള്ള മോഡലിലൊരു പാർട്ട് നമ്മൾ കൊടുത്തിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കമ്പ്യൂട്ടറോ മറ്റോ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? പ്രോഗ്രാമിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇത് പ്രോഗ്രാമിംഗ് ഡിവൈസിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ഏരിയയാണ് മോണിറ്റർ. അപ്പോൾ ഇത് നമുക്ക് എന്തിനു സഹായിക്കും? നമ്മുടെ PLCയിൽ നടക്കുന്ന പ്രോസസ്സുകൾ, PLCയിൽ ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്താണെന്ന് കാണിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ ഡിസ്പ്ലേ സഹായിക്കും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ലാഡർ പ്രോഗ്രാമിങ്ങിലെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂസുകളാണ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡിസ്പ്ലേ സെക്ഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പവർ സപ്ലൈ സെക്ഷൻ. പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റുകൾക്കെല്ലാം വേണ്ടുന്ന പവർ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോബ്, പവർ സപ്ലൈ സെക്ഷൻ്റെ ജോബ്. അതായത് നോർമലി നമ്മുടെ ഈ PLC ഒക്കെ വർക്ക് ചെയ്യുന്നത് ഏതിലായിരിക്കും? DC-യിലായിരിക്കും. നമ്മൾക്ക് കിട്ടുന്ന AC-യിൽ നിന്ന്, AC സപ്ലൈയിൽ നിന്ന് ആ AC-യെ കൺവേർട്ട് ചെയ്ത് DC ആക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? പവർ സപ്ലൈയുടെ ജോലി. യൂഷ്വലി 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന PLCs ആണ് കൂടുതലും ഉണ്ടാക്കുക. 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന PLCകളാണ് നമുക്ക് കൂടുതലും ഉള്ളത്. അപ്പോൾ പവർ സപ്ലൈയിൽ മെയിനായിട്ടും 24 വോൾട്ട് DC സപ്ലൈ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇത്രയുമാണ് എന്ത്? പവർ സപ്ലൈ മൊഡ്യൂൾ. അതായത് ഇൻപുട്ട് മൊഡ്യൂളിന് സപ്ലൈ കൊടുക്കുക, CPU-ന് സപ്ലൈ കൊടുക്കുക, ഔട്ട്പുട്ട് മൊഡ്യൂളിന് സപ്ലൈ ചെയ്യുക. ഇനി പ്രോഗ്രാമിംഗ് മെമ്മറി അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഡിവൈസ്, ഇതിൻ്റെ പ്രോഗ്രാം മെമ്മറി അല്ല, പ്രോഗ്രാമിംഗ് ഡിവൈസ് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള സപ്ലൈയും നമുക്ക് ഏത് വഴി കൊടുക്കാം? പവർ സപ്ലൈ വഴി കൊടുക്കാം. ഇത്രയുമാണ് PLCയുടെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി നമുക്ക് നോട്ട്സിലേക്ക് പോവാം. ഓക്കെ.